ഹലോ ഫ്രണ്ട്സ്, A&S അക്കാഡമിയുടെ കൺസെപ്റ്റ് സിംപ്ലിഫൈഡ് എന്നുള്ള ഈ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കൺസെപ്റ്റ് സിംപ്ലിഫൈഡിൽ പറയാൻ പോകുന്ന കണ്ടീഷൻ ഹാർട്ട് ഫെയിലിയർ ആണ്. ഹാർട്ട് ഫെയിലിയർ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ടേമാണ്. ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുമ്പോഴത്തേനും ഒരു ലോങ് ടേം കണ്ടീഷനായിട്ടാണ് വരുന്നത്. അതൊരു ഹാർട്ടിൻ്റെ ഇനബിലിറ്റിയാണ്. ഹാർട്ടിൻ്റെ അഥവാ ഹാർട്ട് മസിൽസിൻ്റെ ഒരു ഇനബിലിറ്റി ആയിട്ടാണ് അത് പറയുന്നത്. ഹാർട്ട് മസിൽസിന് കറക്റ്റായിട്ട് ബ്ലഡ് പമ്പ് ചെയ്ത് ബാക്കി ഓർഗൻസിൽ കറക്റ്റായിട്ട് പെർഫ്യൂഷൻ എത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഹാർട്ട് ഫെയിലിയർ എന്നൊരു കണ്ടീഷൻ വരുന്നത്. അപ്പോൾ ഈ ഹാർട്ട് ഫെയിലിയറിന് നമുക്ക് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. റൈറ്റ് ഹാർട്ട് ഫെയിലിയർ, ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ എന്ന ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ, ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ എന്ന ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അക്യൂട്ട് ഹാർട്ട് ഫെയിലിയർ, ക്രോണിക് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ പറയാൻ എളുപ്പത്തിനായിട്ട് റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ റൈറ്റ് ഹാർട്ട് ഫെയിലിയർ, ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയറിലേക്ക് വരാം. എല്ലാവർക്കും കൂടുതൽ ഹാർട്ട് ഫെയിലിയർ റിലേറ്റഡ് ആയിട്ട് അറിയാവുന്നതും ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ ആയിരിക്കും കൂടുതൽ അറിയാവുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയറിൽ എന്തൊക്കെ സിംറ്റംസ് വരണം നമ്മൾ ഒരിക്കലും കാണാതെ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ അറിയാം, ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയറിലെ എല്ലും ലങ്ങിലെ എല്ലും ചേർത്തിട്ട് LL അത് വെച്ച് നോക്കിയാൽ തന്നെ ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ സിംറ്റംസ് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. അപ്പോൾ ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയറിൽ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് ലങ് റിലേറ്റഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഡിസ്നി ആയിരിക്കും അല്ലേ? ശ്വാസം മുട്ടൽ ഡിസ്നി ഉണ്ട്. അതുപോലെ തന്നെ ഓർത്തോപ്നിയ, പേഷ്യൻറ്റിന് അപ്രൈറ്റ് പൊസിഷനിൽ മാത്രമേ ബ്രത്ത് എടുക്കാൻ പറ്റുള്ളൂ, അതാണ് ഓർത്തോപ്നിയ. പേഷ്യൻറ്റിന് ഡ്രൈ കഫ് ഉണ്ടാവും. ഓസ്കൾട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വീസിങ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സിനെല്ലാം ചേർത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൾമറി കൺജഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ പൾമറി കൺജഷൻ ഫീച്ചേഴ്സ് ഉണ്ടാവും. അതല്ലാതെ പാരോക്സിസ്മൽ നൊക്ടൂർണൽ ഡിസ്നിയ കേട്ടിട്ടുണ്ടാവും, PND എന്നുള്ള ഷോർട്ട് ഫോമിൽ കേട്ടിട്ടുണ്ടാവും. അത് മറ്റൊന്നുമല്ല, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ള പേഷ്യൻറ്റ് കിടക്കുമ്പോൾ ഒരു നൈറ്റിലൊന്ന് ഉറക്കം ഇച്ചിരി കിട്ടിക്കഴിയുമ്പോൾ 1 or 2 hours സ്ലീപ്പ് കിട്ടി കഴിയുന്ന സമയത്ത് പേഷ്യൻറ്റ് പെട്ടെന്ന് ശ്വാസം മുട്ടിയിട്ട് ചാടി എണീക്കും. എന്നിട്ട് അവർക്കൊരു അപ്രൈറ്റ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അവർക്ക് ആ ഒരു പ്രോബ്ലം മാറത്തുള്ളൂ. അപ്പോൾ അതിനെയാണ് പാരോക്സിസ്മൽ നൊക്ടൂർണൽ ഡിസ്നിയ എന്ന് പറയുന്നത്. പിന്നെ ഇതല്ലാതെ നമ്മൾ പറഞ്ഞു ഡിസ്നിയ വരുമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് റെസ്പിറേറ്ററി റേറ്റ് കൂടും. അപ്പോൾ അതിനെ ടക്കിപ്നിയ എന്ന് പറയും. ഓക്കെ, ടക്കിപ്നിയ വൺസ് വന്നു കഴിയുമ്പോൾ ബോഡിയിൽ തനിയെ ടക്കിക്കാർഡിയം വരും അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കൂടും. ദെൻ പിന്നെ വരുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേനും ഫിംഗേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലബിങ് ഉണ്ടാവും. ഇനി യൂറിൻ ഔട്ട്പുട്ട് കുറവായിരിക്കും, ഒളിയൂറിയ ആവും. ഇനി നമ്മൾ പൾമറി ആർട്ടറിയുടെ തന്നെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിലെന്ത് ഫാക്ടേഴ്സ് കൂടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൾമറി കാപ്പിലറി ബെഡ് പ്രഷർ അല്ലെങ്കിൽ പൾമറി ആർട്ടറി ബെഡ് പ്രഷർ, അതൊക്കെയാണ്. ഇതൊന്നും വലിയൊരു ടേംസ് അല്ല. ഇതൊക്കെ നമുക്കൊരു സ്വാങ്കാൻസ് കത്തീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. പൾമറി കാപ്പിലറി ബെഡ് പ്രഷർ, പൾമറി ആർട്ടറി ബെഡ് പ്രഷർ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം കണ്ടത് ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ ആണ്. ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ ലങ് റിലേറ്റഡ് സിംറ്റംസ് ആണ് നമ്മൾ ഈ കണ്ടത്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ പോകുന്നത് റൈറ്റ് ഹാർട്ട് ഫെയിലിയറിലാണ്. ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയറിൽ നമ്മൾ പൾമറി കൺജഷൻ ഫീച്ചേഴ്സ് ആണ് കണ്ടതെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാർട്ട് ഫെയിലിയറിൽ നമ്മൾ കാണാൻ പോകുന്നത് വീനസ് കൺജഷൻ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ബ്ലഡ് ഫ്ലോ ആണ് അവിടെ പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നത്. ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർട്ടിൻ്റെ ഒരു ചെറിയൊരു അനാട്ടമി നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹാർട്ടിന് 4 ചേമ്പേഴ്സാണ് ഉള്ളത്. റൈറ്റ് ഏട്രി, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രി, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അങ്ങനെ 4 ചേമ്പേഴ്സാണ് ഉള്ളത്. നമുക്ക് ബോഡി പാർട്സിൽ നിന്ന് ഇംപ്യൂർ ബ്ലഡ് അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിൻ്റെ റൈറ്റ് ഏട്രിയത്തിൽ എത്തിച്ചേരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സുപ്പീരിയർ വീന കവ, ഇൻഫീരിയർ വീന കവ. അപ്പോൾ സുപ്പീരിയർ വീന കവ, ഇൻഫീരിയർ വീന കവ വഴി റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് വരുന്നു. ആ വരുന്ന റൈറ്റ് ഏട്രിയത്തിലുള്ള റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് അത് ഓക്സിജനേഷൻ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ലങ്സിലേക്കാണ് പോകുന്നത്. അതെങ്ങനെ പോകും? പൾമറി ആർട്ടറി. അപ്പോൾ പൾമറി ആർട്ടറി വഴി ലങ്സിൽ പോയി അത് പ്യൂരിഫൈഡ് അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരും. അപ്പോൾ ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വരുന്ന ബ്ലഡിനെ അയോട്ട എന്ന് പറയുന്ന വലിയൊരു ആർട്ടറി നമ്മളെ ബാക്കി ബോഡി പാർട്സിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ എത്തിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നോർമലി സർക്കുലേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ റൈറ്റ് ഹാർട്ട് ഫെയിലിയറിൻ്റെ അവസ്ഥയിൽ എന്താണ് പറ്റുന്നതെന്ന് നോക്കാം. റൈറ്റ് ഹാർട്ട് ഫെയിലിയറിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സുപ്പീരിയർ വീന കവ, ഇൻഫീരിയർ വീന കവയിൽ നിന്ന് വരുന്ന ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ വരുമ്പോൾ റൈറ്റ് ഏട്രി എന്താ പറയുക, എനിക്ക് ഓൾറെഡി ഫെയിലിയറിലാണ്, എനിക്ക് നിന്നെ പമ്പ് ചെയ്ത് അങ്ങോട്ട് വിടാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ നീ വന്ന സ്ഥലത്തേക്ക് പൊക്കിയോളാൻ പറയും. അപ്പോൾ ഈ സുപ്പീരിയർ വീന കവ, ഇൻഫീരിയർ വീന കവ വഴി വന്ന ബ്ലഡ് ബാക്കി ബോഡി പാർട്സിൽ നിന്ന് വന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിന് തിരിച്ച് ബാക്കി ബോഡി പാർട്സിലേക്ക്, സപ്പോസ് ഇപ്പോൾ ലിവറിലേക്കാണ് ആ ബ്ലഡ് തിരിച്ചു പോകുന്നതെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിവർ എൻലാർജ് ആവും അല്ലേ? അപ്പോൾ അതിനെ ഹെപ്പാറ്റോ മെഗാലി എന്ന് പറയും, ഹെപ്പാറ്റോ മെഗാലി. ഇനി ഇത് പോകുന്ന സ്പ്ലീനിലേക്കാണെന്നിരിക്കട്ടെ, അപ്പോൾ അതിനെ സ്പ്ലീനോ മെഗാലി എന്ന് പറയും. ഹെപ്പാറ്റോ മെഗാലി ഉണ്ട്, സ്പ്ലീനോ മെഗാലി ഉണ്ട്.
ഇതല്ല നമ്മൾ സപ്പോസ് ഇപ്പോൾ നെക്കിലെ വെയിനാണ് ജൂഗുലാർ വെയിൻ അല്ലേ, ഇന്റേണൽ ജൂഗുലാർ വെയിൻ, എക്സ്റ്റേണൽ ജൂഗുലാർ വെയിൻ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. അപ്പോൾ ഈ ജൂഗുലാർ വെയിനിൽ ഈ ബ്ലഡ് ഫ്ലോയുടെ ഈ ഒരു പ്രോബ്ലം കാരണം ഡിസ്റ്റൻഷൻ വരും അല്ലെ, ഡിസ്റ്റൻറ്റഡ് ആവും. അപ്പോൾ അതിന് ജൂഗുലാർ വെയിൻ ഡിസ്റ്റൻഷൻ എന്ന് പറയും. അപ്പോൾ ബ്ലഡ് ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് ഇങ്ങനെ കറക്റ്റായിട്ട് സർക്കുലേറ്റ് ചെയ്യാതെ ബോഡിയിൽ ഇങ്ങനെ അക്കോമുലേറ്റ് ചെയ്യുമ്പോഴത്തേനും അത് ഏത് കണ്ടീഷനാവും, അസൈറ്റിസ് ആവും അല്ലേ. ബോഡിയിൽ ഫ്ലൂയിഡ് അക്കോമുലേറ്റ് ചെയ്ത് അസൈറ്റിസ് ആവും. ഈ അസൈറ്റിസ് വരുമ്പോൾ ഉറപ്പായിട്ടും വെയിറ്റ് ഗെയിൻ അല്ലേ വരാൻ ചാൻസ് ഉള്ളൂ, വെയിറ്റ് ലോസ് അല്ലല്ലോ, വെയിറ്റ് ഗെയിൻ വരും അല്ലേ. ഇനി വെയിറ്റ് ഗെയിൻ വന്നിട്ട് വെയിറ്റ് ഗെയിനും ഈ അസൈറ്റിസും ഒക്കെ ആകുമ്പോൾ ബോഡി ഫുള്ള് അതിന് എരിമയെന്ന് പറയും അല്ലേ. ഇത്രയും ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ബോഡിയിൽ വരുന്ന സമയത്ത് ബോഡി എന്തായാലും നമ്മൾ ഫെറ്റീഗ്ഡ് അല്ലേ ആവുള്ളൂ. ഒരിക്കലും പേഷ്യൻറ്റിന് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഫെറ്റീഗാവും. ഇനി ഫെറ്റീഗും ഇത്രയും പ്രശ്നങ്ങളുള്ള സാഹചര്യത്തിൽ ബോഡിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിശപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പേഷ്യൻറ്റിന് ലോസ് ഓഫ് അപ്പറ്റൈറ്റ് അല്ലെങ്കിൽ അനോറക്സിയ വരും. ഇങ്ങനെയാണ് ഓരോരോ സിംറ്റംസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഫെർദർ നോക്കിക്കഴിഞ്ഞാൽ ഇനി കുസ്മോൾ സൈൻ എന്ന് പറയും. കുസ്മോൾ സൈൻ നമ്മുടെ റൈറ്റ് ഹാർട്ട് ഫെയിലിയറിൽ വരുന്നൊരു പെക്യുലിയർ ഫീച്ചറാണ് കുസ്മോൾ സൈൻ. കുസ്മോൾ റെസ്പിറേഷൻ അല്ല. കുസ്മോൾ റെസ്പിറേഷൻ നമ്മൾ കേട്ടിട്ടുള്ളത് ഡയബറ്റിക് കീറ്റോസിഡോസ് അല്ലെ DKA-ലാണ്. ഇവിടെ കുസ്മോൾ സൈൻ ആണ് വരുന്നത്. നോർമലി എന്താ സംഭവിക്കുന്നു എന്ന് പറയും, ഇപ്പോൾ ഹാർട്ട് ഫെയിലിയർ ഇല്ലാത്ത നോർമലി ഉള്ള ഒരു പേഷ്യൻറ്റ് ഇൻസ്പിറേഷൻ ടൈമിൽ ജൂഗുലാർ വീനസ് പ്രഷർ കുറവായിരിക്കും. അപ്പോഴത്തേനും കറക്റ്റായിട്ട് ബ്ലഡ് ഫില്ലിങ് നടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഹാർട്ട് ഫെയിലിയറിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂഗുലാർ വീനസ് പ്രഷർ ഓൾറെഡി കൂടുതലാണ്. അപ്പോഴത്തേനും കറക്റ്റായിട്ട് ഫില്ലിങ് നടക്കില്ല. അപ്പോൾ അങ്ങനെ JVP കൂടും. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷനെ പറയുന്നതാണ് കുസ്മോൾ സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ കുസ്മോൾ സൈൻ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫില്ലിങ് നടക്കില്ല. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിൽ കാണുന്ന ഒരു സിംറ്റമാണ് കുസ്മോൾ സൈൻ. അപ്പോൾ വീനസ് കൺജഷൻ ഫീച്ചേഴ്സ് ആണ് കൂടുതലായിട്ട് റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിലുള്ളത്. ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ലങ് റിലേറ്റഡ് സൈനാണ്. പൾമണറി എഡിമ ഏതിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് റൈറ്റ് ഹാർട്ട് ഫെയിലിയർ ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ കാണുന്ന സിംറ്റംസ്. ഇതൊന്നും നമ്മൾ ഹെപ്പാറ്റോമെഗാലി, സ്പ്ലീനോമെഗാലി ഇതൊന്നും നമ്മൾ കാണാതെ പഠിക്കേണ്ട. ഇതിൻ്റെ കാര്യം ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. സിമ്പിളാണ്. താങ്ക് യു.